അതിന്റെ പേര് വരാനുള്ള റീസൺ എന്തായിരുന്നു? മാമലകൾക്കിടയിലുള്ള കണ്ടം, അതാണ് മാമലക്കണ്ടം. അത് ശരിക്കും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന മലയ്ക്കും ആ മലയ്ക്ക് ഇടയ്ക്ക് കാറ് വന്ന ആ താഴ്വാരമില്ലേ, ആ താഴ്വാരമാണ് ശരിക്കും. ആ താഴ്വാരത്ത് വരുന്ന 96 ഏക്കർ 60 സെന്റ് സ്ഥലമാണ് യഥാർത്ഥ മാമലക്കണ്ടം. അത് 1960കളിൽ കേരളത്തിൽ ആകമാനം ഉണ്ടായ ഭക്ഷ്യദാരിദ്ര്യത്തെ മറികടക്കാൻ വേണ്ടി അന്നത്തെ കാലത്തെ മുഖ്യമന്ത്രിയായ പട്ടംതാണുപിള്ളയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം അതാത് വർഷം വിളവെടുക്കാവുന്ന കൃഷി ചെയ്യാൻ വേണ്ടി വന്ന പാലക്കാരാണ്, ഞങ്ങളുടെയൊക്കെ കാരണവന്മാരാണ് ഇവിടെ ആദ്യം വന്ന് കയറിയത്. ഭൂതത്താങ്കെട്ടും പടാട്ടുപാറയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ സ്ഥലമാണ് മാമലക്കണ്ടം. ശരിക്കും ഇപ്പോൾ ഒരു 2016-17 കൂടിയാണ് ഇവിടുത്തെ ഈ ടൂറിസം സംവിധാനങ്ങൾ അതുപോലെ സജീവമായി. പിന്നെ കോവിഡ് വന്നതിന് ശേഷമാണ് ലോകത്തെവിടെ ആഭ്യന്തര ടൂറിസം വന്നത്. അങ്ങനെയാണ് മാമലക്കണ്ടം വൈബായി പോയി. പിന്നെ നമ്മളിപ്പോൾ വന്നേക്കുന്നത് മാമലക്കണ്ടത്തെ കൊയിനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫസ്റ്റ് വ്യൂ പോയിന്റാണ്. ഇനി നമ്മളിനി കുറച്ചുകൂടെ പകുതിയും കൂടെ പോകാനുണ്ട്. അങ്ങോട്ട് ഇത് നമ്മൾ പശ്ചിമോട്ടാണ് കാണുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആനയുടെ ഡെൻസിറ്റി ഉള്ള മേഖലയാണ് ഇത്. ഈ മലകൾ, നമ്മൾ നിൽക്കുന്ന മലകൾ അടങ്ങുന്ന മലനിരകളാണ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കാലാവസ്ഥനെ നിയന്ത്രിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഏകദേശം 100-150 കിലോമീറ്റർ വരുന്ന ദൂരത്തിലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് 87 കിലോമീറ്റർ ഫോർട്ട് കൊച്ചി ഈ ഭാഗത്താണ്, 62 കിലോമീറ്റർ മൂന്നാർ അവിടെയാണ്. അതായത് ഇപ്പുറത്തേക്ക് വന്ന തൃശ്ശൂർ, ചാലക്കുടി, അതിരപ്പള്ളി, വാഴച്ചാൽ, വാൽപ്പാറ, മലക്കപ്പാറയുടെ ആ ഭാഗം അവിടെയാണ് തൃശ്ശൂർ ടൗണിനേക്കാളും എയർ ഡിസ്റ്റൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാച്ചിയും കോയമ്പത്തൂരുമാണ് അടുത്ത്. അതായത് മുഡീസിലെ ഈ നമ്മൾ വാൽപ്പാറയ്ക്ക് പോയിട്ടുണ്ടോ, ആ വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് വാൽപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നോക്കുമ്പോൾ കാണുന്ന രണ്ടാമത്തെ വലിയ മലയും മൂന്നാമത്തെ ഇതുമാണ്. മാങ്കുളമൊക്കെ എവിടെയാണ്, മൂന്നാർ എവിടെയാണ്, തേക്കടി എവിടെയാണ്, വാഗമൺ അവിടെ. അങ്ങനെയാണ് ഇവിടുത്തെ ഏകദേശം സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ വന്ന കൊയിനിപ്പാറ, മുനിപ്പാറ, ഗവൺമെൻറ് സ്കൂള്, കുട്ടിലിക്കുഴി വാട്ടർ പാർക്ക് എല്ലാം കൂടി ഒരു 3 മണിക്കൂർ നേരത്തെ ട്രിപ്പ് നമ്മൾ ചെയ്യണേ. അതിപ്പോൾ അതിനകത്ത് ഇതാണ് നമ്മൾ ഇപ്പോൾ വന്നേക്കണം. ഇനി നമുക്ക് ബാക്കി